ഞങ്ങളിപ്പോൾ ഉള്ളത് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലാണ്. അവിടെ നിന്നും ലോകപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമയിൽ എത്താം. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോർച്ചുഗലുകാർ ജോലി ചെയ്യുന്നു. 6 നൂറ്റാണ്ടോളം ലോകം അടക്കിവാണിരുന്ന രാജ്യമായിരുന്നു പോർച്ചുഗൽ. അതുകൊണ്ട് ലോകത്തിൽ 9 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ പോലും പോർച്ചുഗീസാണ്. ലിസ്ബണിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഫാത്തിമയിൽ എത്താം. എന്നാൽ ഫാത്തിമ എന്ന പ്രദേശം ലോകം അറിയപ്പെടാൻ തുടങ്ങിയത് 1917 മെയ് 13 ജസീന്ത, ലൂസി, ഫ്രാൻസിസ്കോ എന്നീ 3 ഇടയ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മുതലാണ്. അവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മുന്നിൽ ഒരു മരത്തിൻ്റെ മുകളിൽ സൂര്യ തേജസ്സോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മഹായുദ്ധത്തിൻ്റെ അവസാനം ഉണ്ടാകുവാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാതാവ് കുട്ടികളോട് ആവശ്യപ്പെട്ടു. എല്ലാ മാസവും 13-ാം തീയതി ഒക്ടോബർ മാസം വരെ തുടർച്ചയായി ഇവിടെ ഞാൻ പ്രത്യക്ഷപ്പെടുമെന്നും കുട്ടികളോട് അമ്മ പറഞ്ഞു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ മാതാവ് കുട്ടികളോട് ആവശ്യപ്പെട്ടു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനു ശേഷം കുട്ടികളിൽ വലിയ ആത്മീയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ജൂലൈ മാസത്തെ പ്രത്യക്ഷീകരണത്തിൽ മാതാവ് ചരിത്ര പ്രാധാന്യമേറിയ 3 രഹസ്യങ്ങൾ കുട്ടികൾക്ക് വെളിപ്പെടുത്തി. അതിൽ 3-ാമത്തെ രഹസ്യം കുറെ കാലത്തേക്ക് രഹസ്യമായി സൂക്ഷിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ആദ്യമൊക്കെ കുട്ടികളിൽ നിന്ന് മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞ നാട്ടുകാർ തമാശയായി കരുതിയെങ്കിലും തുടർന്നുള്ള ഓരോ മാസവും ആൾക്കൂട്ടം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ ഒക്ടോബർ 13-ാം തീയതി 70,000 വരുന്ന ആൾക്കൂട്ടം തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴയെ അവഗണിച്ച് പ്രത്യക്ഷീകരണം കാണുവാൻ ഒത്തുകൂടി. പെട്ടെന്ന് മേഘങ്ങളിൽ മറഞ്ഞിരുന്ന സൂര്യൻ പ്രത്യക്ഷപ്പെടുകയും സൂര്യനിൽ പലതരത്തിലുള്ള വർണ്ണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും സൂര്യൻ വേഗത്തിൽ ചലിക്കുന്നതായും കാണപ്പെട്ടു. ഒരവസരത്തിൽ സൂര്യൻ ആകാശത്തു നിന്ന് താഴേക്ക് പതിക്കുന്ന രീതിയിൽ വരികയും ചെയ്തു. ജനങ്ങൾ വളരെ പരിഭ്രാന്തരായി. 10 മിനിറ്റോളം നീണ്ടുനിന്നു ഈ പ്രതിഭാസം. സൂര്യന്റെ അസഹ്യമായ ചൂടിൽ മഴ മൂലം ചെളി രൂപപ്പെട്ടിരുന്ന ഇടങ്ങൾ ഉണങ്ങുകയും ചെയ്തു. ധാരാളം അവിശ്വാസികളും വിശ്വാസികളുമായ പത്രമാധ്യമ പ്രവർത്തകർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. 1930 ഒക്ടോബർ 13 സഭ ഈ സംഭവം അംഗീകരിക്കുകയും ചെയ്തു. 1913 സ്പാനിഷ് ഫ്ലൂ മൂലം ഫ്രാൻസിസ്കോ മരണപ്പെട്ടു. 1920 ജസീന്തയും മരണമടഞ്ഞു. 2017 ഫ്രാൻസിസ് പാപ്പ ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ലൂസിയ പിന്നീട് ഒരു കന്യാസ്ത്രീയാവുകയും 2005 97-ാമത്തെ വയസ്സിൽ അവരും മരിച്ചു. 2017 ഫെബ്രുവരി 17 അവരെ ദൈവദാസിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂലൈ മാസത്തെ പ്രത്യക്ഷപ്പെടലിൽ മാതാവ് കുട്ടികൾക്ക് 3 രഹസ്യങ്ങൾ നൽകിയിരുന്നു. ആദ്യത്തേത് നരകത്തിൻ്റെയും രണ്ടാമത്തേത് 2-ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ചും ആയിരുന്നു. എന്നാൽ 3-ാമത്തെ രഹസ്യം മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം 2000 ആണ്ട് മെയ് 13-ാം തീയതി മാത്രമാണ് വെളിപ്പെടുത്തിയത്. ഇന്ന് 20-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചായിരുന്നു ആ 3-ാമത്തെ രഹസ്യം. യുദ്ധത്തിൽ മരിച്ചുകിടക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ മാർപ്പാപ്പയും ബിഷപ്പുമാരും പുരോഹിതരും ആ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഒരു കൂട്ടം പട്ടാളക്കാർ വന്ന് അവരെ വധിക്കുന്നു. ഇതായിരുന്നു ആ ദർശനം. ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് പാപികളുടെ മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ്.
ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം ഫാത്തിമ നഗരത്തിൽ എത്തി. നല്ല തണുപ്പ്, അതുപോലെ കാറ്റും. ഹോട്ടലിൽ നിന്നും ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം സുവനീർ ഷോപ്പുകൾ. ധാരാളം ആളുകൾ ആ പരിസരത്ത് ഒക്കെ കാണാം. പ്രധാന ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗ്ലാസ് കൂടാരത്തിൽ കോൺക്രീറ്റ് മതിലിൻ്റെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനി ഔദ്യോഗികമായി കിഴക്കൻ ജർമ്മനി എന്നും പടിഞ്ഞാറൻ ജർമ്മനി എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. പിന്നോക്ക അവസ്ഥയിലായിരുന്ന കിഴക്കൻ ജർമ്മനിയിലെ ആൾക്കാർ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുന്നതിനായി ഒരു മതിൽ നിർമ്മിച്ച് അതിർത്തികൾ അടച്ചു. പിന്നീട് 1989 ഈ മതിൽ പൊളിച്ച് ജർമ്മനി ഒന്നാവുകയും ചെയ്തു. ഈ മതിലിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എത്തിച്ചേർന്നത് വിശാലമായ ഒരു മൈതാനത്തിലേക്കാണ്. വലതുവശത്താണ് പ്രധാന ദേവാലയമായ ഹോളി റോസറി ബസിലിക്ക. ഇടതുഭാഗത്ത് വളരെ വലിപ്പത്തിൽ സ്റ്റീലിൽ നിർമ്മിച്ച ഒരു കുരിശ്. മൈതാനത്തിൻ്റെ വലിപ്പം കാരണം അതുവഴി നടന്നു പോകുന്ന ആളുകൾ വളരെ ചെറുതായാണ് കാണപ്പെടുന്നത്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം 1928 മെയ് 13 ആരംഭിച്ച് 1953 ഒക്ടോബർ 7 പൂർത്തിയാക്കപ്പെട്ടു. മധ്യഭാഗത്തുള്ള ഈ ഗോപുരത്തിന് 65 മീറ്ററോളം ഉയരമുണ്ട്. ടൂർ കമ്പനി ഏർപ്പാടാക്കിയ ഒരു പ്രാദേശിക ഗൈഡ് ഇടയ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതും തുടർന്നുണ്ടായ സംഭവങ്ങളും വിശദീകരിച്ചു തന്നു. അർത്ഥവൃത്താകൃതിയിലാണ് മുൻവശം. അവിടെ 14 അൾത്താരകൾ. അതിൽ കുരിശിൻ്റെ വഴിയുടെ 14 ഭാഗങ്ങൾ മാർബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മനോഹരമായ ഒരു ദേവാലയം. അൾത്താരയുടെ വലതുവശത്തായിട്ടാണ് ഫ്രാൻസിസിൻ്റെയും ജസീന്തയുടെയും കബറിടം സ്ഥിതി ചെയ്യുന്നത്. വലിയ അലങ്കാരങ്ങളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. തികച്ചും സിമ്പിളായ ഒരു സ്ഥലം. എന്നാൽ ധാരാളം ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൻ്റെ പുറത്ത് ഒരു ഓപ്പൺ സ്റ്റേജ്. തിരുനാളുകളിൽ തീർത്ഥാടകരുടെ ബാഹുല്യമുണ്ടാവുമ്പോൾ തിരുക്കർമ്മങ്ങൾ മൈതാനത്ത് നിന്ന് പങ്കെടുക്കുവാൻ വലിയൊരു സ്ക്രീൻ അവിടെയുണ്ട്. ധാരാളം ആളുകൾ ആ മൈതാനത്തിലൂടെ മുട്ടിൽ നീന്തുന്നു. പുറത്തിറങ്ങി പിന്നീട് പോയത് മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ്. അവിടെ ഇപ്പോൾ മനോഹരമായ ഒരു ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നു. കുറെ അധികം ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത ഒരു ശാന്തത. മാതാവിൻ്റെ തിരുസ്വരൂപം സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് അന്ന് കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ചാപ്പലിന് ചുറ്റുമായി ഭക്തജനങ്ങൾ ജപമാല അർപ്പിച്ചുകൊണ്ട് മുട്ടിൽ നീന്തുന്നു. ഇവിടെയെത്തുന്ന മിക്ക ഭക്തരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഞങ്ങളുടെ കൂടെ വന്ന സ്ത്രീകൾ എല്ലാവരും ഈ ഭക്താനുഷ്ഠാനത്തിൽ പങ്കെടുത്തു. ഇവിടെ ഒരു ഭാഗത്ത് ഭക്തർക്ക് തിരികൾ കത്തിച്ച് പരിശുദ്ധ മാതാവിന് നന്ദി അർപ്പിക്കാൻ പ്രത്യേകമായ ഒരു സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നു.
ഇവിടെ ഹോളി ട്രിനിറ്റി ദേവാലയത്തിനു സമീപം ഒരു വലിയ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു. ഈ പരിസരത്ത് എവിടെ നിന്ന് നോക്കിയാലും ഇത് കാണത്തക്ക രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 111 അടിയാണ് ഇതിന്റെ ഉയരം. 2007 സ്ഥാപിച്ച ഈ കുരിശ് റോബർട്ട് ഷാർട്ട് എന്ന കലാകാരൻ രൂപകൽപ്പന ചെയ്തതാണ്. വേനൽക്കാലത്ത് ഈ കുരിശ് ബ്രൗൺ നിറത്തിലും മഴക്കാലത്ത് ഇരുണ്ട കറുപ്പ നിറത്തിലുമായിരിക്കും ഇത് കാണപ്പെടുക. ഇത് ഹോളി ട്രിനിറ്റി ദേവാലയം. 2007 ഈ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് നടത്തിയത്. 2012 ഈ ദേവാലയം മൈനർ ബസിലിക്കയായി ഉയർത്തി. ഏകദേശം 9,000-ൽ പരം ആൾക്കാർക്ക് ഒരേ സമയം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ട്. അർത്ഥവൃത്താകൃതിയായി മനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു കാഴ്ച തന്നെയാണ്. അൾത്താരയുടെ പിന്നിലായി സ്വർണവർണ്ണങ്ങളിൽ ചിത്രങ്ങൾ മാർബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ കുരിശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഖം കലാകാരന്റെ ഭാവനയാണെങ്കിലും വികൃതമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ മറ്റൊരു ചാപ്പലിലാണ് ഞങ്ങൾക്കന്ന് ദിവ്യബലി അർപ്പിക്കാൻ അവസരം ലഭിച്ചത്. അവിടെ നിന്നും പുറത്തിറങ്ങി ആ ദേവാലയത്തിന്റെ പിന്നിലായി പോൾ 6 പാപ്പ ഉൾപ്പെടെ ചില പാപ്പമാരുടെ പ്രതിമകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഈ ഏരിയയുടെ ഒരു വിശാലത മനസ്സിലാക്കിയത്. പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് പ്രധാന ദേവാലയത്തിന് സമീപം എത്തി. ധാരാളം തീർത്ഥാടകർ കാഴ്ചകൾ കണ്ട് നടക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ചാപ്പലിൽ ഏതോ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ധാരാളം ഭക്തജനങ്ങൾ ഭക്തിപൂർവം കാത്തിരിക്കുന്നു. ഈ കുർബാന 4 ക്യാമറകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ആ ക്യാമറമാന്മാരെ ഷൂട്ട് ചെയ്തപ്പോൾ അവർ എന്നെ വിളിച്ച് എവിടെ നിന്നാന്ന് ചോദിക്കുകയും എന്നെയും അവരുടെ ആ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു. ഇത് വലിയൊരു അംഗീകാരമായി എനിക്ക് അനുഭവപ്പെട്ടു. തിരികെ ഹോട്ടലിലേക്കുള്ള മടക്കയാത്രയിൽ പലരും സുവനീർ ഷോപ്പുകളിൽ കയറി. പലതും വാങ്ങുന്നുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഉണ്ടായ മഴ എല്ലാം തകിടം മറിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഭയങ്കര തണുപ്പും. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഇവിടെ ഞങ്ങളുടെ മാനേജർ യാതൊരു ധൃതിയും കാണിച്ചില്ല. എല്ലാവരും മതിയാവോളം കാഴ്ചകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏതായാലും ഒരു മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നെയാണ് ഇന്നേ ദിവസം ഫാത്തിമ മാതാവ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്.